ശ്രീമതി CPM നേതാവ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ടെലിഫോൺ ലൈനിലുണ്ട്. PK ശ്രീമതി, ഈ മന്ത്രി CP ജോണിന്റെ പരാമർശം യഥാർത്ഥത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അദ്ദേഹത്തിന്റെ പരാമർശം അനവസരത്തുള്ളതാണ്, അനുചിതമാണ്. കാരണം അങ്ങനെ ഒരു സംസാരം ഈ ഒരു പദ്ധതി നടപ്പിലാക്കി 2 മാസം തികയുമ്പോ വന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരവുമാണ്. എന്താണ് ഇത്തരത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സ്ത്രീകളോടുള്ള ഒരു അവഹേളനം കൂടിയാണ്. ഈ സ്ത്രീകൾക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ട് അവരത് അങ്ങ് തിക്കിത്തിരക്കി കയറുന്നു. പിന്നെ വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള അതങ്ങനെ CP ജോണിനെ കേരളത്തിലുള്ളവർക്ക് അറിയാം. വിദ്യാർത്ഥി പ്രസ്ഥാനകാലം മുതൽക്ക് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ചില ഉദ്ദേശമുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം അങ്ങനെ വരാൻ പാടില്ലല്ലോ. സാധാരണ രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഏതൊരു മന്ത്രിയും ശ്രമിക്കുക. അപ്പൊ ഈ പദ്ധതിയെ തന്നെ ഒരു പരിഹസിക്കുന്ന വിധത്തിലുള്ള പരാമർശമായിപ്പോയി അദ്ദേഹത്തിൻ്റെത്. അത് സ്ത്രീകളോടുള്ള അവഹേളനം കൂടിയാണ്. ഇത് കേരളത്തിലെ മൊത്തം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയല്ലേ. അത് ഞാൻ കയറിയാലും എനിക്ക് കിട്ടുമല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ വേർതിരിച്ചിട്ടുണ്ടോ അവര്? ഇല്ലല്ലോ, അങ്ങനെ വേർതിരിവ് കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തിക്കിത്തിരക്കി കയറും? സൗജന്യം കിട്ടിയാൽ എല്ലാ സ്ഥലത്തും സർക്കാർ സ്കൂളുകൾ ഇപ്പോ കുട്ടികളെ വർദ്ധിച്ചത് എന്തുകൊണ്ടാ? സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും നല്ല സൗകര്യം സംവിധാനം, അപ്പോ ധാരാളം ആളുകൾ വരുന്നു. അപ്പൊ ബസ്സും അങ്ങനെയാണ്. 1000 രൂപ ഒരു മാസം ലാഭം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുടുംബത്തിലേക്ക് എടുക്കാലോ. അതവര് വലിയ ഒരു സഹായമാണെന്നായിട്ടാണ് കരുതുന്നത്. ഞാനിടയ്ക്ക് സ്വാഗതം ചെയ്തതാണല്ലോ. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. മിസ്റ്റർ രാഹുൽ ഗാന്ധിയാണല്ലോ എന്നിട്ട് തെരഞ്ഞെടുപ്പ് പിന്നെ മുൻപ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹവും കൈയടിച്ച് അംഗീകരിച്ചതല്ലേ, എല്ലാവരും കൈയടിച്ച് അംഗീകരിച്ചല്ലോ. എന്നിട്ട് നടപ്പിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പ്രയാസം എന്ന് പറയുന്നത്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം സ്ത്രീകളെ ഇങ്ങനെ 2 3 തട്ടിലാക്കിയിട്ട് അവരെ അവഹേളിക്കുന്ന ഒരു സ്ത്രീയല്ല വേണ്ടത്. ശ്രീമതി ടീച്ചർ, അല്പം മുമ്പ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ കേരളത്തിലെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്, ദാരിദ്ര്യമുള്ള ആളുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കിയെന്നാണല്ലോ LDF പ്രഖ്യാപിച്ചത്. അങ്ങനെയല്ല, ദാരിദ്ര്യമുണ്ട് എന്ന് ഇത് ഈ തിരക്ക് തെളിയിക്കുകയാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇന്ത്യയില് മറ്റ് സ്റ്റേറ്റുകളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോ കേരളത്തില് അതിദാരിദ്ര്യം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഒരു കൊച്ചു വീടും ഒരു ചെറിയ ജോലിയും ഒരു ചെറിയ വരുമാനവും എല്ലാം ഉണ്ടല്ലോ. ആരാണ് അത് നിഷേധിക്കുക? അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഇത് പ്രഖ്യാപിച്ചത് UDFന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ്. അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇവരൊക്കെ കൈയടിച്ച് അംഗീകരിച്ചതല്ലേ. അന്നേരം ഇതിന്റെ വരുമരായികളെ കുറിച്ച് ആലോചിക്കാതെ പദ്ധതി പ്രഖ്യാപിച്ച് വോട്ടും വാങ്ങി ജയിച്ചു കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ സ്ത്രീകളോട് കാണിക്കുന്ന ഈ അനീതി അങ്ങേയറ്റം അപമാനകരമാണ്. അത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന് പരാമർശം പിൻവലിക്കണം. അത് ശരിയല്ല, ഇത് അനുചിതമാണ്. അത് പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. അതിന് പകരം മറ്റെവിടുന്നെങ്കിലും ഒരു വിമർശനം വരുമ്പോ ആ വിമർശനത്തിന്റെ ഒപ്പം നിന്ന് കേരളത്തിലെ സ്ത്രീകളാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണം എന്ന മട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഈ പദ്ധതി തന്നെ വേണ്ടെന്ന് വെക്കാനുള്ള ആലോചനയാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. ശരി, നന്ദി ശ്രീമതി ടീച്ചർ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. എന്തായാലും മന്ത്രി അതിനെ വിശദീകരിച്ച് വീണ്ടും കുഴപ്പത്തിലേക്ക് പോവുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന LDFന്റെ അവകാശവാദം തെറ്റാണ് എന്നാണ് പ്രിയദർശിനി ബസ്സിലെ തിരക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നാണ് LDF പ്രഖ്യാപിച്ചത്. പക്ഷേ ദാരിദ്ര്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ബസ്സിൽ തിരക്കെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, ദാരിദ്ര്യം അഭിനയിക്കുന്നതിനെക്കുറിച്ചാണ്. പട്ടിണി അഭിനയിക്കുകയാണ് ചിലർ, അഭിനയിച്ച് തിരക്ക് കൂട്ടുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞ വേദിയും വളരെ പ്രധാനമാണ്. പറഞ്ഞ വേദി അദ്ദേഹം സ്വകാര്യ ബസ്സുകളുടെ അസോസിയേഷൻ്റെ സമ്മേളനത്തിലാണ് അത് പ്രസംഗിച്ചതെന്നും ശ്രദ്ധേയമാണ്. അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ. ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്?
ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു, അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല.